നമ്മുടെ പിതാക്കന്മാർ പാടിയൊരു പാട്ടുണ്ട് പ്രഭാതത്തിൽ. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവെ സ്തുതിപ്പാൻ. മനോഹരമായ പാട്ട്. ഒരു കാലത്ത് പലയിടത്തും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ കുമ്പനാട്, കോഴഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കാൻ ചില വീടുകളിൽ താമസിക്കണം. അപ്പോൾ പഴയ അപ്പച്ചന്മാർ, മക്കൾ വിശ്വാസത്തിൽ, അപ്പച്ചൻ വിശ്വാസത്തിൽ, അതിൻ്റെ കൊച്ചുമക്കൾ വിശ്വാസത്തിൽ, അങ്ങനെയുള്ള വീടുകളുണ്ട്. വലിയ വീടുകളാണ്. ആ വീടുകളിൽ 6-7 മുറികളൊക്കെ ഉണ്ട്, ബെഡ്റൂമൊക്കെ ഉണ്ട്. കുമ്പനാടും കോഴഞ്ചേരിയൊക്കെ അല്ലേ, എല്ലാ മക്കളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ആവശ്യത്തിന് റബ്ബർ, തേക്ക് സൗകര്യങ്ങളെല്ലാം ഉള്ള വീടുകളാണ്. ആ വീടുകളിലൊക്കെ കിടക്കാനുള്ള ഭാഗ്യം എൻ്റെ ആരംഭകാലത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനന്ന് വളരെ കഷ്ടങ്ങളിലൂടെ വീട്ടിൽ ജപ്തി, കഷ്ടപ്പാട്, ദുരിതം ഇങ്ങനെ പോകുന്ന കാലം. എന്നാൽ ഈ വീടുകളിലൊക്കെ ചെന്ന് കിടക്കുമ്പോൾ ലേറ്റായിട്ടാണ് കിടക്കുന്നത്. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് രാത്രിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രാത്രി ഒരു ഇരിപ്പിരുന്നാൽ ഒരു 3 മണി 4 മണി വരെയൊക്കെ അങ്ങോട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. വേറെ മാർഗമൊന്നുമില്ല, അതുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥിച്ചു പോയതാണ്. ദൈവം നമ്മെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതാണ്, പ്രാർത്ഥന പഠിപ്പിച്ചതാണ്. നിവൃത്തികേട് കൊണ്ട് പ്രാർത്ഥിച്ചു പോയതാണ്. കാരണം പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലത്തെ സമയം. ആ സമയത്തൊക്കെയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ പോയി 3-4 തലമുറ കർത്താവിനെ സേവിക്കുന്ന വീടുകളിൽ പോയി പാർക്കുമ്പോൾ രാത്രി മുഴുവനിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ വീടാണ്. മുകളിലെ നിലയിലാണ് തരുന്നത്. അതിനകത്ത് ഒരു മുറി കിട്ടും. വിശാലമായ മുറിയും ബാത്റൂമും, അറ്റാച്ച്ഡ് ബാത്റൂമും. നമ്മളിതൊന്നും കണ്ടിട്ടില്ല. വിശാലമായ സ്ഥലം. അപ്പം 4 മണിക്കൊക്കെ കിടന്ന് ഒരു 5 മണിയാകുമ്പോൾ, 1 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാ ഡോറയിലും വന്ന് ഈ അപ്പച്ചന്മാർ വന്ന് കൊട്ടും. ഠക് ഠക് ഠക്. എന്താ? പ്രാർത്ഥിക്കാൻ നേരമായി. ഇവരോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 4 മണിക്കാ കിടന്നേന്നൊന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. എഴുന്നേറ്റോളണം. അപ്പച്ചനോട് ഞാൻ വലിയ ഉപദേശിയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എഴുന്നേറ്റോളണം. എല്ലാവരോടും ഇരിക്കും. അപ്പോൾ പാടുന്ന പാട്ടുകളാണ് ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവെ സ്തുതി. അന്നാണ് ഈ പാട്ടൊക്കെ പഠിച്ചത്. കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വരുന്ന ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും അറിയില്ല. സ്തുതിയുടെ ഗാനങ്ങൾ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് മൃഗജാലങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് നീ മൃഗത്തെ പോലെ കിടന്നുറങ്ങരുത്. മൃഗങ്ങൾ പോലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് നീ എന്ത് കിടപ്പാടായി കിടക്കുന്നതെന്നാണ് പാട്ടിനകത്ത് പറയുന്നത്. ഇതുപോലെ അതിരാവിലെ നിങ്ങളെ ശല്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ജീസസ് എവരിഡേ എന്ന് പറഞ്ഞ് രാവിലെ ഒരു ശല്യം ചെയ്യൽ. ഈ ശല്യം ചെയ്യൽ നിങ്ങളുടെ ഉറക്കം കുറച്ച് പോകുമെങ്കിലും നാളെ ഈ ശല്യം ചെയ്യൽ നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കും, അനുഗ്രഹ സമ്പൂർണമാക്കും. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. ഈ അപ്പച്ചന്മാരെ പോലെ എത്ര ലേറ്റായിട്ട് കിടന്നാലും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത അവരുടെ മക്കളും അതിൻ്റെ മക്കളും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ആദിയിൽ ദൈവം, ഒന്നാമത് ദൈവത്തിന് കൊടുക്കണം. ജീസസ് എവരിഡേ അങ്ങനെയാണ് ആരംഭിച്ചത്. എല്ലാ ദിവസവും യേശുവിൽ ആരംഭിക്കണം. എല്ലാ ദിവസവും യേശുവിന് വേണ്ടി ജീവിക്കണം. എല്ലാ ദിവസവും യേശുവിൻ്റെ കൂടെ നടക്കണം. എല്ലാ ദിവസവും അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളെ പലതിൽ നിന്നും മടക്കിയെടുക്കും. ഈ സീസണിൽ നിങ്ങൾക്ക് കഴിയാത്ത പല കാര്യങ്ങളും കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പ്രാർത്ഥനയിൽ വരും, വിശ്വാസത്തിൽ നിറയും, കൃപയിൽ നിറയും. ഇതൊരു ഉണർവായി മാറും. ജീസസ് എവരിഡേ ഒരു റിവൈവലായിട്ട് മാറും. നിങ്ങളുടെ ജീവിതത്തെ തൊടും. വിശ്വസിക്കാം. ഇന്നത്തെ ഈ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം.
என் இயேசுவின் புகழ் என் ஜீவிய காலமெல்லாம் நான் உம்மை பாடுவேன். நான் உம்மை பாடாமல் என்ன செய்வேன்? ஜீவனும் அனைவரே நான் உம்மை தேடாமல் வேறெங்கு செல்வேன்? என் வாழ்வின் நாயகனே இயேசுவே, என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் நாளெல்லாம் இயேசுவே என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் நாளெல்லாம் பாப சேற்று நின்ற என்னை தூக்கி எடுத்தவரே, சாபங்கள் போக்கி புது வாழ்வு தந்தவரே, பாப சேற்று நின்ற என்னை தூக்கி எடுத்தவரே, சாபங்கள் போக்கி புது வாழ்வு தந்தவரே. நான் உம்மை பாடாமல் என்ன செய்வேன்? ஜீவனும் அனைவரே நான் உம்மை தேடாமல் வேறெங்கு செல்வேன்? என் வாழ்வின் நாயகனே இயேசுவே, என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் நாளெல்லாம் இயேசுவே என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் நாளெல்லாம் இயேசுவே, இயேசுவே என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் நாளெல்லாம் இயேசுவே என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் நாளெல்லாம். ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കപ്പലിലെ ഉണർവ് എന്നൊരു വിഷയമാണ്. കപ്പലിലെ ഉണർവ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തി, അവൻ പോകുന്നിടത്തെല്ലാം ഉണർവാണ്. അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിലുണ്ട്, ഒരു കപ്പലിൽ ഭയങ്കര ഉണർവ് നടക്കുന്നു. കപ്പലിലെ ആരംഭ സമയങ്ങളിൽ പൗലോസിനെ ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ ഒരു വലിയ പ്രതികൂലത്തിൽ അകപ്പെട്ടപ്പോൾ ആ കപ്പലിൽ ഒരു ഉണർവാണ് ആരംഭിച്ചത്. ജീവിതം മടുത്ത് തകർന്ന് 275 പേർ ജീവിക്കുമെന്നുള്ള ആശ പോയി മരണം കാത്തു കിടക്കുമ്പോൾ ഒരുവൻ എഴുന്നേറ്റ് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ് അതിനകത്ത് കാണുന്നത്. കപ്പലിലെ ഉണർവ്. നിങ്ങളുടെ ഒരു രോമത്തിന് കേടുവരില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്നു. അതായത് കൊടുങ്കാറ്റിനകത്ത് വന്നു, തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിൽ വന്നു. എന്നോട് പറഞ്ഞു, പൗലോസേ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നിന്റെ കൂടെയുള്ളവരെല്ലാം നിനക്ക് ഗിഫ്റ്റായിട്ട് തരികയാണ്, നിനക്ക് ദാനമായി തരികയാണ്. നീ ഉള്ളത് കൊണ്ട് അവർക്കൊരു ജീവിതം ഉണ്ടാകുകയാണ്. നിന്റെ ആഗ്രഹം അതാണ്, അവർക്കൊരു ജീവിതം ഉണ്ടാകണം. ഞാൻ നിനക്ക് ഗിഫ്റ്റായിട്ട് തരികയാണ്.
നിങ്ങളുടെ തലയിൽ രോമം പോലും കൊഴിയില്ല. അവർ ആ കപ്പൽ തകർന്ന് നീന്തി കയറി അവരെവിടെ ചെന്നു? മാൾട്ട ദ്വീപിലെത്തി. മാൾട്ട ദ്വീപിൽ ഭയങ്കര റിവൈവലായി. മാൾട്ട ദ്വീപിലുള്ള ആൾക്കാർ പൗലോസ് അവൻ്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങിയപ്പോൾ ഇവൻ കൊലപാതകനാണെന്ന് വിചാരിച്ചു. വലിയ വിമർശനങ്ങളും ഇവൻ്റെ മരണം കാത്ത് നിൽക്കുന്നവരും ഇവൻ ഒരു കേടും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇവൻ ഒരു ദേവനാണ്, ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതിയായിട്ട് അവനെ കാണാൻ കഴിഞ്ഞു. നിങ്ങൾ ദേവന്മാരെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? ആ ദേവന്റെ രൂപം, ആ ക്രിസ്തുവിനെ അവനിൽ കാണാൻ കഴിഞ്ഞു. അവൻ ആ പാമ്പിനെ നിസ്സാരമായി കുടഞ്ഞു കളഞ്ഞു. അവിടെ ഒരു വലിയ ഉണർവ് ആരംഭിച്ചു. ആ ദേശത്തെ ഏറ്റവും വലിയ പ്രമാണി, ആ ദ്വീപിൻ്റെ പ്രമാണിയുടെ അപ്പന് അതിശക്തമായ രോഗമായിരുന്നു. പൗലോസ് എന്ന് തൊട്ടു സൗഖ്യമായി. ദേശത്തുള്ള ജനങ്ങൾ വന്നു, സൗഖ്യമായി. എല്ലാവരുടെ അവസ്ഥകൾ മാറി. അത് കപ്പലിൽ നിന്ന് ആരംഭിച്ച ഒരു ഉണർവ്. ഇതുപോലെ തന്നെ മറ്റൊരു കപ്പലിൽ ഒരു ഉണർവുണ്ടായി. അത് യോന കയറിയ കപ്പലിലാണ്. പൗലോസ് കർത്താവിന് വേണ്ടി മുന്നേറുന്നവനാണ്. അവിടെ ഒരു ഉണർവ്. യോനയോ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പിന്മാറിയവനാണ്. പിന്മാറ്റത്തിൽ പോലും ഒരു ഉണർവടിച്ച അന്തരീക്ഷമാണ് യോനയുടെ ചരിത്രത്തിൽ. അത് ഓർക്കുമ്പോൾ രസകരമായ ഒരു ചരിത്രമാണ്. യോനയോട് ദൈവം പറഞ്ഞു, നീ നിനവേ ചെന്ന് അവിടെ ഒരു ഉണർവുണ്ടാക്കണം. അപ്പോൾ ഉണർവിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ട്. നിനവയിൽ ചെന്ന് ഒരു ഉണർവിനെ കൊണ്ടുവരണം. ഇവനോ ആ ദേശത്തെ ഉണർവ് ഇഷ്ടമല്ല. അവിടെ ഇപ്പോഴുള്ളവർ അതുപോലെ പോയാൽ മതി, ഇവരൊന്നും രക്ഷപ്പെടരുത്, ഇവരിങ്ങനെ ഉറങ്ങിയിരുന്നാൽ മതി, ഇവരുടെ മേൽ വലിയ ന്യായവിധി ദൈവം അയച്ചാൽ മതി, ആരും ഉണരരുത്. എന്നാൽ യോനയുടെ മേലുള്ള ആത്മാവേദ ഉണർവിൻ്റെ ആത്മാവാണ്. ഒരു റിവൈവലിസ്റ്റാണ് അവൻ. അവൻ എവിടെ ചെന്നാലും ജനങ്ങൾ ഉണരും. എന്തു പറഞ്ഞാലും ജനങ്ങൾ ഉണരും. ഒന്ന് ചുമച്ചാൽ മതി, ജനങ്ങൾ ഉണരും. ഒന്ന് തുമ്മിയാൽ ജനങ്ങൾ ഉണരും. കാരണം അവനിൽ വ്യാപരിക്കുന്നത് ഉണർവിൻ്റെ ശക്തിയാണ്. ഇത് കേൾക്കുന്ന ചിലരോട് പറയാം, നിങ്ങൾ എവിടെ ചെന്നാലും ഭയങ്കര ഉണർവുണ്ടാകും. കാരണം നിങ്ങളുടെ മേലുള്ള അഭിഷേകമാണ്. യോന പിന്മാറ്റത്തിൽ പോയി ഒരു കപ്പലിൽ കയറി. തർശിഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ. അതിനെക്കുറിച്ച് വേദപണ്ഡിതർ പറയുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ. അങ്ങോട്ട് പോകുന്ന കപ്പലാണ്. ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടനിലേക്കാണ് ആ കപ്പൽ പോയത്. തർശിഷ് കപ്പൽ. ആ കാലത്ത് ഏറ്റവും പ്രൗഢിയേറിയ കപ്പലുകൾ. ഇന്നും ബ്രിട്ടൻ്റെ കപ്പലുകൾ ഏറ്റവും മുൻനിരയിൽ തന്നെയാണ്. അപ്പോൾ കപ്പലുകളിൽ ഏറ്റവും മികച്ച കപ്പലിൽ കയറി ഒരു വിദേശയാത്ര നടത്തുകയാണ്. എന്തോരം ദൈവം പറഞ്ഞതിൽ നിന്ന് ദൂരെ പോകാം. ദൈവം പറഞ്ഞ ആലോചനയിൽ നിന്ന് എന്തോരം അകലാം. ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് എന്തോരം അകലാം. UK-യിലും കാനഡയിലൊക്കെ പോകുന്നവർ ഓർക്കണം, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയാണോ അല്ല നിങ്ങൾ ദൈവത്തോട് അടുക്കുകയാണോ? ദൈവം നിങ്ങളോട് കാനഡയിലും UK-യിലും പോകാൻ പറഞ്ഞിട്ടാണോ പോയത്? അല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ഒരു യോനയെപ്പോലെ ഓടുകയാണെങ്കിൽ ദൈവം അവിടെ നിങ്ങളെ ആ കപ്പലിൽ ഇളക്കും. അവിടെ ദൈവം ഇളക്കിയിരിക്കും. നിങ്ങളെ ദൈവം എവിടെയാക്കി അവിടെ മാത്രമേ. യേശു നിങ്ങളെ ഏത് സ്ഥലത്തിന് വേണ്ടി തിരഞ്ഞെടുത്തുവോ ആ സ്ഥലത്താണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഉയർച്ച, അവിടെയാണ് നിങ്ങളുടെ സമ്പത്ത്, അവിടെയാണ് നിങ്ങളുടെ ഭാവി. എന്നെ ദൈവം ആലപ്പുഴയ്ക്ക് വേണ്ടി ആക്കി. ഇവിടെയാണ് എൻ്റെ അനുഗ്രഹം. ആലപ്പുഴയിൽ തൊഴിലുണ്ടോ? ആലപ്പുഴയിൽ വരുമാനമുണ്ടോ? ആലപ്പുഴയിൽ കൃഷിയുണ്ടോ? ആലപ്പുഴയിൽ എയർപോർട്ടുണ്ടോ? ആലപ്പുഴയിൽ ഷിപ്പ് യാർഡുണ്ടോ? ഇതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കിത് വിഷയമായിരുന്നു. എന്നാൽ വേദപുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി ഇതൊന്നും വേണ്ട. ആലപ്പുഴയിലേക്ക് ദൈവം അയച്ചെങ്കിൽ ഇവിടെയാണ് എൻ്റെ സമൃദ്ധി, എൻ്റെ സമ്പത്ത്, എൻ്റെ ഉയർച്ച, എൻ്റെ മാന്യത, എൻ്റെ മഹത്വം എല്ലാം. ഞാനെവിടെ ദൈവം ആക്കിയ സ്ഥാനത്ത് എനിക്കിതുണ്ട്. ഈ സത്യങ്ങൾ ഓരോ വ്യക്തികളും അറിയുക. അങ്ങനെ നമ്മുടെ യോനയെന്ന് പറയാം. കാരണം നമ്മുടെ ഓരോ സ്വഭാവത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ വ്യക്തി. അതായത് ദൈവം പറയുമ്പോൾ അടിയനിതാ കർത്താവേ എന്ന് പറയുന്ന ആൾക്കാർ.
ഭയങ്കര സമർപ്പണമാണ്. കൈ ഇങ്ങനെ വെക്കുള്ളൂ പ്രാർത്ഥനയിൽ. അടിയനിതാ. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പോകുന്നുണ്ട്. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞു, യെശയ്യാവിനോട് ദൈവം ചോദിച്ചു, ഞാൻ ആരെ അയക്കേണ്ടു? അപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണേ. അപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞത്, ഇന്നത്തെ യെശയ്യാവുമാർ പറയുന്നത് അടിയനിതാ, അളിയനെ അയക്കണേ എന്ന്. അപ്പം അങ്ങനെയുമാണ് ഇപ്പോൾ പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയൻ സമർപ്പിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും അയച്ചാൽ മതി. ഇത് തന്നെയാണ് യോനയ്ക്കും പറയാനുള്ളത്. കർത്താവ് പറഞ്ഞു, നീ നിനവേക്ക് പോകണം. അപ്പോൾ യോന ഉറക്കെ പറഞ്ഞു, അടിയനിതാ. രഹസ്യത്തിൽ പറഞ്ഞു, അളിയനെ അയക്കണേ. അപ്പൊ കർത്താവ് കേൾക്കാത്ത രീതിയിൽ പതുക്കെ അളിയനെ അയക്കണമേ. കർത്താവിനോടാണ് ആ കളി. ഇവൻ എന്നിട്ട് തർശീശിലേക്ക് പോവുകയാണ്, ബ്രിട്ടനിലേക്ക് പോവുകയാണ്. കുറച്ചുകൂടി നല്ല സ്ഥലമാണ്, നല്ല ക്ലൈമറ്റാണ്, താമസമൊക്കെ ഒത്തിരി നല്ലതാണ് അവിടെ. ഫുഡെന്ന് പറഞ്ഞാൽ ഫോർക്കും സ്പൂണും നൈഫും കൂടെ വൈഫും ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ UK ഓക്കെയാണ്. അങ്ങനെ അവൻ ഒരു വലിയ സ്വപ്നത്തോടു കൂടി ജീവിത രീതിയൊക്കെ മാറുന്നതൊക്കെ ഭാവന കണ്ട് അവൻ കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഭാഗത്തോട്ട് നമുക്കൊന്ന് വരാം. യോനയുടെ പുസ്തകം അതിനകത്ത് 3-ാം വാക്യം മുതൽ 1-ാം അധ്യായത്തിൽ 3 മുതൽ, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കളയാൻ അതിൽ കയറി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടുന്നത് എത്ര വലിയ അപകടമാണ്. എന്നാൽ ഒരിക്കൽ നിറഞ്ഞവനാണ് അവൻ, എവിടെ പോയാലും റിവൈവലാണ്. ഇതാ കപ്പലിലോട്ട് കയറുകയാണ്. 4-ാം വാക്യം, യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. ഒത്തിരി കാറ്റ് കർത്താവിൻ്റെ കയ്യിലുണ്ട്. ചിലരുടെ കാറ്റ് പോകുന്ന കാറ്റും കർത്താവിൻ്റെ കയ്യിലുണ്ട്. നിന്നെ തണുപ്പിക്കുന്ന കാറ്റുമുണ്ട്. നിനക്ക് വഴി തുറക്കുന്ന, ചെങ്കടൽ തുറക്കുന്ന കാറ്റുമുണ്ട്. കാടപ്പക്ഷിയെ കൊണ്ടുവരുന്ന കാറ്റുണ്ട്. സമൃദ്ധി കൊണ്ടുവരുന്ന കാറ്റുണ്ട്. ഏത് വെറൈറ്റി കാറ്റടിക്കണമെന്ന് കർത്താവിനറിയാം. ആരും കർത്താവിനെ പഠിപ്പിക്കുകയൊന്നും വേണ്ട. ആ കർത്താവാണ് മനുഷ്യനായിട്ട് വന്നത്. ആ കർത്താവിൻ്റെ മുമ്പിൽ ഭയങ്കര കാറ്റ്. കർത്താവ് മൈൻഡ് പോലും ചെയ്തില്ല. ആ കാറ്റിൻ്റെ നടുക്കേ കൂടി കർത്താവ് കടലിൻ്റെ മീതെ നടന്നു. കർത്താവ് ആ കാറ്റിനോട് മാറാനൊന്നും പറഞ്ഞില്ല. കർത്താവിനറിയാം, എടാ ഞാൻ ഉണ്ടാക്കിയ കാറ്റിനെ എനിക്ക് കൈകാര്യം ചെയ്യാനറിയാം. അതായത് 8 കാലി ഒരിക്കലും താൻ ഉണ്ടാക്കിയ വലയിൽ കുരുങ്ങാറില്ല. ബാക്കി എല്ലാവരും കുരുങ്ങും, 8 കാലിക്ക് കുരുങ്ങാൻ പറ്റില്ല. ഈ 8 കാലിയെ ഉണ്ടാക്കി, ഈ സിസ്റ്റം ഉണ്ടാക്കിയ ആളാണ് ഈ കടലിൻ്റെ മീതെ നടക്കുന്നത്. കടലിലെ വലിയ ഓളമോ കടലിലെ വലിയ കാറ്റോ യേശുവിനെ ബാധിക്കില്ല. യേശു ഉണ്ടാക്കിയ കാറ്റാണ്. ദൈവത്തിൻ്റെ അടുക്കൽ അവൻ ശില്പിയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വലിയ കാറ്റടിച്ചു. ഇതിൻ്റെയൊക്കെ പറയിൽ നമ്മുടെ യേശു കർത്താവാണ്. വലിയ കാറ്റടിപ്പിച്ചു. യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം, തകരേന്നുമില്ല, തകർന്നു പോകുവാൻ തക്കവണ്ണം. ആ ലെവലൊരു കാറ്റ്. എന്നാൽ തകരേമില്ല, എന്നാൽ തകരുമെന്ന് തോന്നും. അങ്ങനത്തെ കാറ്റടിപ്പിക്കാൻ കർത്താവിനെ അറിയാം. വലിയ കോളുണ്ടായി സമുദ്രത്തിൽ. തകർന്നു പോകുക, എന്നിട്ട് തകർന്നോ? ഇല്ല, തകരുമെന്ന് വിചാരിക്കും. 5-ാം വാക്യം, കപ്പൽക്കാർ ഭയപ്പെട്ടു. കണ്ടോ, ദൈവ ഭയത്തിലേക്ക് അവർ വരികയാണ്. ഈ കപ്പലിലുള്ളവരാരും ദൈവത്തെ വിളിക്കുന്നില്ല. എന്നാൽ യോന കയറിയത് കൊണ്ട് ഒരു ദൈവ ഭയം അവിടെ ഉണ്ടാകുകയാണ്. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു. അവർക്ക് അതേ അറിയാവൂ. അവർ ഓരോ ദേവനോടും വിളിച്ചു, ഓരോ പുണ്യാളിനോടും വിളിച്ചു. അവർക്ക് അറിയാവുന്ന കുരിശ് മുഴുവനും വരച്ചു. എല്ലാവരും ഭയങ്കര കരച്ചിലും പ്രാർത്ഥനയും. ഒരു കാറ്റടിക്കുമ്പോൾ വരുന്ന ഉണർവിൻ്റെ ആദ്യ ലക്ഷണം പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥനയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉണർവ് ആരംഭിച്ചു എന്നാണ്. ചർച്ചിൽ ഇപ്പോൾ
മാളിക മുറിയിൽ, പ്രൈസ് ജനറേഷൻ ചർച്ചിൻ്റെ മാളിക മുറിയിൽ 8 മണിക്കൂറാണ്. എല്ലാവരും ഇരിക്കുകയാണ്. പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പുറകെ വലിയ റിവൈവൽ വരുന്നുണ്ടെന്ന്. ഇവിടെ നോക്കിയേ, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്കുകളെല്ലാം എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങിയായിരുന്നു. യോനയ്ക്ക് അറിയാം ഇത് ദൈവമാണ് ചെയ്യുന്നത്. കർത്താവിനെ ഇവർക്ക്, ഈ യോനയ്ക്ക് വർഷങ്ങളായിട്ട് അറിയാം. എത്ര കാറ്റടിച്ചിട്ടും പുള്ളി എഴുന്നേൽക്കുന്നില്ല. പുള്ളിയെ അറിയുന്നുണ്ട്, എന്നാൽ പുള്ളിക്കാരൻ അത് ശ്രദ്ധിക്കുന്നില്ല. ഭയങ്കര പിണക്കമാണ്. ഇവരും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. യോനയും യേശു കർത്താവും തമ്മിൽ ഭയങ്കര കൂട്ടുകാരാണ്. അത് ആ യോനയുടെ പ്രവചന പുസ്തകം നിങ്ങളെല്ലാ അധ്യായവും വായിക്കണം. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ആ യോനയും ദൈവം തമ്മിലുള്ള ഇൻറ്റിമസിയെ നമുക്ക് കാണാം. യോന ചൂടാകുന്നു, കർത്താവ് തണുക്കുന്നു. കർത്താവ് ചൂടായപ്പോൾ യോന അയ്യം വിളിച്ചു, കർത്താവേ നിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് അയ്യം വിളിച്ചു. എന്നാൽ യോന ചൂടായപ്പോൾ കർത്താവ് തണുത്തു. ഭയങ്കര ബന്ധം ഇവർ തമ്മിൽ. തൊമ്മൻ അഴിയുമ്പോൾ ചാണ്ടി മുറുകുമെന്ന് പറഞ്ഞ പോലെ യോനയുടെ പ്രവചനം ഭയങ്കര രസമാണ്. നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ രാപ്പകൽ ധ്യാനിച്ച് സന്തോഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര ധന്യമാകും. ഇപ്പോൾ ആ കപ്പലിൽ ഭയങ്കര പ്രാർത്ഥന നടക്കുകയാണ്. ഒരാൾ മാത്രം പ്രാർത്ഥിക്കുന്നില്ല. ഇയാൾ കാരണമാണ് അവിടെ പ്രാർത്ഥന നടക്കുന്നത്. അപ്പം ഇതാണ് ഉണർവ്. നീ എവിടെയെങ്കിലും ചെന്നാൽ നീ വെറുതെ ഇരുന്നാൽ മതി, ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചോളും. അതിൻ്റെ പേരാണ് ഉണർവ്. നിന്റെ സാന്നിധ്യത്തിൽ അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ഉണർവാണ്. അടുത്തത്, കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. എല്ലാവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നവരും മാത്രമല്ല, ആരെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരെ കൊണ്ടെല്ലാം പ്രാർത്ഥിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കേ, പ്രേ കണ്ടിന്യൂസ് പ്രേ. ആരും വെറുതെ ഇരിക്കല്ലേ. കൈകൾ ഉയർത്തൂ, കൈയടിക്കൂ, നൃത്തം ചെയ്യൂ, ഏറ്റുപാടൂ, എല്ലാവരും ദിവസവും വാ. ഇങ്ങനെയൊക്കെ പറയുന്നിടത്തെ ഉണർവുണ്ടാകും. അങ്ങനെ ഇപ്പോ കപ്പൽ പ്രമാണി, പുള്ളിക്കാരൻ ഒറ്റ കാര്യമോ പറയാനുള്ളൂ, പ്രാർത്ഥന. അടുത്തത്, അനന്തരം അവർ, വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്ന് അറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അതായത് ആര് നിമിത്തമാണ്, ആരുടെ കുറ്റമാണ്? കുറവുകൾ കണ്ടുപിടിക്കുന്നത് ഉണർവിൻ്റെ ഒരു ലക്ഷണമാണ്. കുറ്റവും കുറവും അവർ കണ്ടുപിടിക്കുകയാണ്. അയ്യോ, ഞാൻ കാരണമാണോ? കപ്പലിലെ ജോലിക്കാരെല്ലാം, ദൈവമേ ഞാൻ കാരണം, ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ഭാര്യയോട് വഴക്കിട്ടോ? ഞാൻ മോശമായി പെരുമാറിയോ? ഞാൻ വല്ല തെറ്റിലും പോയി ചാടിയോ? ഞാൻ മദ്യപിച്ചതാണോ കാരണം? ഇവരുടെ ജീവിതം ഏറ്റുപറയാണ്, എന്നോട് കുടിച്ചതിന് എന്നോട് ക്ഷമിക്കണം, മദ്യപിച്ചതിന് ക്ഷമിക്കണം, പുക വലിച്ചതിന് ക്ഷമിക്കണം, മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ക്ഷമിക്കണം, ആവശ്യമില്ലാത്തത് കണ്ടതിന് ക്ഷമിക്കണം, മറ്റുള്ളവരുടെ വഴക്ക് കൂടിയതിന് ക്ഷമിക്കണം. ദൈവമേ, ഞാൻ മുഖാന്തരമാണെങ്കിൽ എന്നോട് പൊറുക്കണം. കുറ്റങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങി. കുറ്റങ്ങൾ കണ്ടുപിടിച്ചു. സമയക്കുറവുകൊണ്ട് ഓടിച്ച് പറയാം, ഇതാര് നിമിത്തമാണെന്ന് അവർ ചീട്ടിട്ടു. അവർ കണ്ടുപിടിച്ചു. ചീട്ടാർക്ക് വീണു? യോനയ്ക്ക് വീണു. ശരിയായ കണ്ടുപിടുത്തം, കുറവുകളെ കറക്റ്റായി കണ്ടെത്തി. അതാണ് ഉണർവിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. അടുത്തത്, അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, ഭജിച്ചു വരുന്നു. ആ പുരുഷന്മാർ അത്യന്തം പേടിച്ചുപോയി. അവനോട്, നീ എന്തിനിങ്ങനെയൊക്കെ ചെയ്തു? അവൻ അവരോട് അറിയിച്ചിരുന്നു എല്ലാ കാര്യവും. അതുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവരറിഞ്ഞു. അവർ ചോദിക്കുകയാണ്, എന്തിന് നീ അത് ചെയ്തു? തെറ്റ് ചെയ്തവരെ അവർ തിരുത്തുകയാണ്. യോനയോട്, എന്തിന് നീ അത് ചെയ്തു? ഉണർവിൻ്റെ ലക്ഷണങ്ങളാണ് മറ്റുള്ളവരെ തിരുത്തുന്നത്. അടുത്തത്, എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചിരുന്നത് കൊണ്ട് അവർ അവനോട്, സമുദ്രം അടുങ്ങാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണം? ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം? രാജ്യത്തിൻ്റെ പ്രശ്നം, കപ്പലിൻ്റെ പ്രശ്ന പരിഹാരത്തിനായി
അവരിയ്ക്കുകയാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഉണർവിൻ്റെ ലക്ഷണം, രാജ്യം നേരിടുന്ന ഇന്നത്തെ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം? അതിനുവേണ്ടി അവർ യോനയുടെ ചുറ്റും ഇരിക്കുകയാണ്. നീ പറഞ്ഞതാ, എന്ത് ചെയ്യണം? നീ ദൈവത്തെ ആരാധിക്കുന്നവനല്ലേ, നീ മാത്രമാണ് ദൈവത്തോട് കൂടുതൽ അടുത്തവൻ. നീ പറഞ്ഞതാ, ഞങ്ങൾ ചെയ്യാം. അവൻ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. എന്നെ എടുത്ത് കളയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ജീവിച്ചോളും. അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോള് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യോന പറഞ്ഞു, ഞാൻ കാരണമാണ്. കൂസലില്ലാതെ പറയുകയാണ്, ഞാൻ കാരണമാണ്. നിങ്ങൾ എന്നെ എടുത്ത് കടലിലോട്ടിട്ടോ, നിങ്ങൾക്ക് തർശീശിലേക്ക് പോകാം. എൻ്റെ കാര്യം പേടിക്കേണ്ട, കാരണം എൻ്റെ കർത്താവ് നല്ലവനാണ്. ഞാൻ എത്ര പിണങ്ങിയാലും എന്നെ വിട്ട് മാറാത്തവനാണ്. അവൻ എനിക്ക് വേണ്ടി കരുതുന്നവനാണ്. എന്നെ വിടില്ല അവൻ. എന്നാൽ അവൻ നല്ലവനാണ്. യോന പറഞ്ഞു, എന്നെ എടുത്ത് വെള്ളത്തിലിട്ടോ, ഞാൻ മരിക്കുകയൊന്നുമില്ല. എൻ്റെ ദൈവമാണ് ഇവിടെ എൻ്റെ പുറകിൽ കളിക്കുന്നത്. എപ്പോഴും അറിയണം, ഏതിൻ്റെയും പുറകിൽ ഒരു കർത്താവിൻ്റെ കരമുണ്ടെന്ന് ഏകാഗ്രതയോടെ മനസ്സിലാക്കുന്നവർക്ക് വലിയ ധൈര്യമുണ്ടാകും. അടുത്തത്, അവർ അടക്കേണ്ടതിന് മുറുകെ തണ്ടു വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു, യഹോവേ, ഈ മനുഷ്യൻ്റെ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. അവർ സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യോനായുടെ ദൈവത്തിലേക്ക് എല്ലാവരും തിരിഞ്ഞു. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. നേരത്തെ അവർ പല ദേവന്മാരോട് പ്രാർത്ഥിച്ചവരാണ്, പല പ്രാർത്ഥന പ്രാർത്ഥിച്ചവരാണ്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് യേശുവേ, കർത്താവേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഇതിൻ്റെ പേരാണ് ഉണർവ്. പല പ്രാർത്ഥന പ്രാർത്ഥിച്ചവർ ഒന്നിച്ചുകൂടി ഒരുമിച്ച് നിലവിളിക്കുന്നു. എന്ത് സംഭവിച്ചു? നിനക്കിഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് അവർ വരികയാണ്. പിന്നെ അവർ യോനയെടുത്ത് സമുദ്രത്തിലിട്ടു. സമുദ്രത്തിൻ്റെ കോപം അടങ്ങി. അടുത്തത്, അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകൾ നേർന്നു. അവർ ദൈവത്തെ ആരാധിച്ചു, യാഗം കഴിച്ചു, തീരുമാനങ്ങൾ എടുത്തു. ഇതിൻ്റെ പേരാണ് ഉണർവ്, കപ്പലിലെ ഉണർവ്. അതായത് ഒരു പിന്മാറ്റക്കാരൻ ഒരു കപ്പലിൽ കയറിയതാണ്. പഴയ നിയമത്തിൽ ഒരു പിന്മാറ്റക്കാരൻ കപ്പലിൽ കയറിയാൽ ഇത്രയും റിവൈവലെങ്കിൽ പുതിയ നിയമത്തിലുള്ളവൻ കയറിയാലോ? ഇതുകൊണ്ട് റിവൈവൽ തീർന്നില്ല. പിന്നെ യോന ചെന്നിട്ട് എന്ത് പറഞ്ഞു? നിനവേ ചെന്നിട്ട് പറഞ്ഞു, 40 ദിവസം കൊണ്ട് നിന്റെ കാര്യമൊക്കെ പോക്കാടാ. അവർ പേടിച്ച് ദൈവത്തെ ഭയപ്പെട്ട് രാജാവ് ഉൾപ്പെടെ വീട്ടിലെ മൃഗങ്ങൾ ഉൾപ്പെടെ ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒറ്റ ഇരിപ്പാണ്. മൃഗങ്ങൾ പോലും. ദൈവം അവരോട് കരുണ കാണിച്ചു. 1,80,000 ചില്ലാനും ജനങ്ങളുള്ള മഹാനഗരമായ നിനവയോട് ദൈവം ക്ഷമിച്ചു. ഭയങ്കര രസകരമായ ഒരു യാഥാർത്ഥ്യമായ ചരിത്രം നമ്മുടെ മുമ്പിൽ കർത്താവ് തരുമ്പോൾ, നീ ഒരു വിലപ്പെട്ട വ്യക്തിയാണ്. നിന്നെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ നീ പിന്മാറിപ്പോയാൽ പോലും പോകുന്നിടത്തെല്ലാം റിവൈവൽ ഉണ്ടാകും. നീ എങ്ങോട്ട് തിരിഞ്ഞാൽ ഉണർവിൻ്റെ കാറ്റടിക്കും. നീ അത്ര ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയാണ്. നീ കടലിൽ വീണാൽ അവിടെ നിന്നെ കാത്ത് മത്സ്യം നിൽപ്പുണ്ട്. ആ മത്സ്യം നിന്നെ യഥാർത്ഥ സ്ഥലത്ത് കൊണ്ടുപോകും. നിനക്ക് നശിക്കാൻ കഴിയില്ല. ഉണർവിന് വേണ്ടി കണ്ട വ്യക്തി തകർന്നു പോകില്ല. അത് സത്യമാണ്. വിശ്വസിക്കുക, ഈ വചനങ്ങളെ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ട വചനം പോലെ ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ ഉണർവ് നടക്കട്ടെ. ഇവരുടെ മേലുള്ള നിറവ്, ഇവരുടെ മേലുള്ള കൃപ, ഇവരുടെ വിളി എല്ലാം പോകുന്നിടത്തെല്ലാം ഉണർവായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു. ഇവരെവിടെ കയറിയാലും ജനങ്ങൾ ദൈവമേ, യേശുവേ എന്ന് വിളിക്കുവാൻ ഇവർ കാരണമാകണം. അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാവിലത്തെ നമ്മുടെ പ്രോഗ്രാം വളരെ കുറഞ്ഞ സമയമാണ്. പറഞ്ഞാലും തീരത്തില്ല, ഒത്തിരിയുണ്ട്. എങ്കിലും ഈ അല്പസമയം നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് തന്നെ വിലപ്പെട്ട കാര്യമാണ്. നന്ദി. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കൂടണം. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ പ്രൈസ് ജനറേഷനിൽ വെച്ച് ഒരു ഉണർവ് യോഗം നടക്കുന്നുണ്ട്.
പറ്റിയാൽ നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു വിടുതലായി മാറും. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സ്ഥിതികൾ മാറും. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കും. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.